നമസ്കാരം. ഞാൻ ബാബു PM LIC ഓഫ് ഇന്ത്യയുടെ ഏജൻ്റായിട്ട് കോട്ടയം ബ്രാഞ്ച് 1-ൽ 2014 മുതൽ വർക്ക് ചെയ്യുന്നു. KNK ഇൻഷുറൻസ് സൊല്യൂഷൻസ് എന്ന എൻ്റെ ഈ ചാനലിലേക്ക് താങ്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപക്ഷെ താങ്കളുടെ പേരിൽ ധാരാളം ഭൂസ്വത്തുക്കൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ താങ്കൾ ജീവിക്കുന്നത് വലിയൊരു ആലിഷാൻ ബംഗ്ലാവിലായിരിക്കാം. എന്നാൽ ഇവിടെ നിന്ന് ഒന്നും നമ്മളുടെ ലൈഫിലോട്ട് ഒരു റെഗുലർ ക്യാഷ് ഫ്ലോ ഇല്ല എങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അത്ര സന്തോഷപ്രദമായിട്ടുള്ള ഒന്ന് ആയിരിക്കത്തില്ല. നമ്മുടെ ലൈഫിലൊരു റെഗുലറായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഒരു സന്തോഷപ്രദമായിട്ടുള്ള ലൈഫ് ആകണം എന്ന് നിർബന്ധവുമില്ല. അത് മറ്റ് പല ഘടകങ്ങളെയും ആശ്രയിച്ച് ഇരിക്കും. ഒരുപക്ഷെ റെഗുലർ ക്യാഷ് ഫ്ലോ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഉള്ളത് സന്തോഷപ്രദമായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫിനെ നയിക്കുന്ന പല ഘടകങ്ങളിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ആയിരിക്കാം. ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എപ്പോൾ ക്രിയേറ്റ് ചെയ്യാം, ആർക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. നമ്മളുടെ കുട്ടികളുടെ പേരിൽ വിദ്യാഭ്യാസ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, മാരേജ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു, ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നു, ദെൻ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ലൈഫിൽ ചെയ്യപ്പെടേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇത് ഏതാണ്ട് നമ്മൾ ഒരു 18 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ ചെയ്ത് തീർക്കാറുണ്ട്. പേഴ്സൺ ടു പേഴ്സൺ ഈ ഒരു ഏജ് ബ്രാക്കറ്റിൽ വ്യത്യാസം വരുവാൻ സാധ്യതയുണ്ട്. 55 എന്നുള്ളത് 60 ആകാം, അങ്ങനെ ഏറ്റക്കുറച്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ഏജ് ബ്രാക്കറ്റിൽ നിന്ന് നമ്മുടെ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുവാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ നമ്മളുടെ സ്വന്തം പേരിലും നമ്മുടെ ജീവിത പങ്കാളിയുടെ പേരിലും റെഗുലറായിട്ട് ഒരു സേവിങ്സ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. Now, suppose that you have created an amount of rupees 1 crore during this period for your retirement period. ഇതെങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി, എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളതിന് ഇവിടെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനി അല്ലെങ്കിൽ സ്വപ്നം കാണുക 1 കോടി രൂപ ഉണ്ട് അങ്ങ് വിചാരിക്കുക. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായിരിക്കും നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത്. നമ്മുടെ സ്വപ്നത്തിൽ എന്താണ് വരുന്നത് ഒരുപക്ഷെ അതായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് സ്വപ്നം കാണുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കേണ്ട. സ്വപ്നം കാണുന്നതിന് നമുക്ക് യാതൊരു പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് നമ്മുടെ കാര്യത്തിലോട്ട് വരിക. ഈ ഒരു വ്യക്തി ഈ 1 കോടി രൂപയിൽ നിന്ന് ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് LIC ഓഫ് ഇന്ത്യയുടെ ജീവൻ ശാന്തി എന്ന പ്ലാനാണ്. ജീവൻ ശാന്തി എന്ന പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ഒരു സിംഗിൾ പ്രീമിയം ഡിഫേർഡ് ആനുവിറ്റി പ്ലാനാണ്. ഡിഫേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൈസ ഈ പ്ലാൻ പർച്ചേസ് ചെയ്താൽ നമുക്ക് 1 വർഷം കഴിഞ്ഞ് പൈസ മതി എന്ന് പറയാം, പെൻഷൻ മതി എന്ന് പറയാം, അല്ലെങ്കിൽ 2 വർഷം, അല്ലെങ്കിൽ 3 വർഷം, 4 വർഷം, മാക്സിമം 5 വർഷം വരെ കഴിഞ്ഞിട്ട് പൈസ മതി എന്ന് പറയാം, പെൻഷൻ മതി എന്ന് പറയാം. ഈ ഒരു പീരീഡിനെയാണ് ഡിഫർമെൻറ്റ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പെൻഷൻ പ്ലാനിൽ ചേരുവാൻ വേണ്ടിയുള്ള മിനിമം ഏജ് 30 വയസ്സാണ്. മാക്സിമം 79 ഇയേഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. 1 വർഷം തൊട്ട് 5 വർഷം വരെ ഡിഫർമെൻറ്റ് പീരീഡ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 1 വർഷം ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഈ പലിശ നിരക്ക് ആയിരിക്കത്തില്ല. 2 വർഷം ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. 2 വർഷത്തേക്കാളും കൂടുതലായിരിക്കും. 3 വർഷം ഡിഫർമെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിലും കൂടുതൽ പലിശ നമുക്ക് കിട്ടുന്നതായിരിക്കും, പെൻഷൻ കിട്ടുന്നതായിരിക്കും. 4 വർഷം ചൂസ് ചെയ്യുമ്പോൾ അതിലും കുറച്ചുകൂടി കിട്ടുന്നതായിരിക്കും നമുക്ക് 5 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ചൂസ് ചെയ്യുന്നാൽ. ഇനി 60 വയസ്സായി ഇദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിൽ 1 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് അദ്ദേഹം ചൂസ് ചെയ്യുന്നു. 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഒരു പ്ലാനിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ സിംഗിളായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ജോയിൻറ്റ് ലൈഫായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജോയിൻറ്റ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ക്ലോസ് റിലേറ്റീവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതായിരിക്കും. അച്ഛൻ്റെ കൂടെ ഈ പ്ലാൻ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കുട്ടികളുടെ പേര് ചേർക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി റിലേറ്റീവ്സ് ആണ് ഇതിനകത്ത് ചേർക്കാൻ സാധിക്കുന്നത്.
60 വയസ്സ് ഇദ്ദേഹം ചേരുമ്പോൾ 1 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് എടുത്തു എന്ന് കരുതുക. അദ്ദേഹത്തിന് കിട്ടുന്ന 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പെൻഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 7.12% ആയിരിക്കും. ഇനി അദ്ദേഹം 1 വർഷത്തിന് പകരം 5 വർഷം ഡിഫർമെൻറ്റ് പീരീഡ് ചൂസ് ചെയ്യുന്നാൽ 7.12 എന്നുള്ളതിന് പകരം 9.66% ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ റേറ്റ്. ഇനി അദ്ദേഹം ജോയിൻറ്റ് ലൈഫായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 1 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ചൂസ് ചെയ്യുമ്പോൾ 7.12 എന്നുള്ളതിന് പകരം 7.05% ആയിരിക്കും പെൻഷൻ കിട്ടുന്നത്. പെൻഷൻ ഓർ ആനുവിറ്റി രണ്ട് സെയിം ആണ്. ഇനി ഈ 1 വർഷത്തിന് പകരം സിംഗിൾ ജോയിൻറ്റ് ലൈഫ് എടുത്തപ്പോൾ 5 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ചൂസ് ചെയ്തു എന്ന് കരുതുക. ഇവിടെ നമുക്ക് നേരത്തെ 9.66% ആയിരുന്നു സിംഗിൾ ലൈഫിൽ. ഇവിടെ ജോയിൻറ്റ് ലൈഫിൽ 9.66 പകരം നമുക്ക് 9.34% ആയിരിക്കും കിട്ടുന്നത്. ഇനി ഏജ് വൈസ് അനുസരിച്ച് ഇത് 60 വയസ്സുള്ള വ്യക്തി എടുക്കുമ്പോൾ ഉള്ള പെൻഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് ലൈഫായിട്ട് വൈഫിനെ ചേർത്തപ്പോൾ വൈഫിൻ്റെ വയസ്സ് 58 ആണ്. ഈ ഏജുകൾ വ്യത്യാസം വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുവിറ്റി റേറ്റിൽ വ്യത്യാസം വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു പ്ലാൻ എടുക്കാൻ എപ്പോഴാണ് താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ വയസ്സനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹോൾ ലൈഫിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് വരെ ഗ്യാരണ്ടീഡ് റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത്. പെൻഷനിൽ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്ത് ഒരു റേറ്റിൽ ഒരു വ്യത്യാസവും വരുന്നതായിരിക്കത്തില്ല. ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി വിശകലനം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെയിനായിട്ട് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതിൻ്റെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്യാൻ അല്ല ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. അത് എന്നോട് ചെയ്യുന്ന ഒരു സപ്പോർട്ടായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക. ഇതൊക്കെ എനിക്ക് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ബൈ.